സിനിമ ആസ് എ ഹോൾ ഒരു മാസ് മസാല എൻ്റർടൈനർ മൂവിയാണ്. വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഇപ്പം കുറച്ച് പേര് സ്പടികമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പുഷ്പയായിട്ട് നമുക്ക് തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രെയിലർ കണ്ട സമയത്ത് ഈ ചന്ദനക്കടത്ത് അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് പുഷ്പ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ജസ്റ്റ് മൈറ്റ് ബി ആ ചന്ദനത്തിൻ്റെ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഫൈറ്റ്സ് നല്ലതാണ് എന്ന് വെച്ചാൽ സ്പടികമായിട്ട് കമ്പയർ ചെയ്ത് ഒരു സീനിൽ മാത്രം ആ മുണ്ട് മടക്കി അടിക്കുന്ന ഒരു സീനുണ്ട് എന്ന് വെച്ചിട്ട് അത് സ്പടികമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പൃഥ്വിരാജിൻ്റെതായ രീതിയിൽ പുള്ളി ആ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് നല്ലതാണ്, നല്ല അതായത് നമുക്ക് ഇതിലൊരു വണ്ടിയുടെയൊക്കെ ഒരു മല കയറുന്നതൊക്കെ ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ അവർ BGM ഇട്ടേക്കുന്നതൊക്കെ അത് നല്ലൊരു മൊമെൻ്റായിട്ട് ഇൻ പേഴ്സൺ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഒരു ബോൾഡ് ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. ഷീ ഹാവ് ഡൺ എക്സലൻറ്റ് ജോബ് ഇൻ ദാറ്റ്. പിന്നെ കുറച്ച് ഈ റൊമാൻസ് കുറച്ചധികം ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതെന്ന് വെച്ചാൽ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി, കുറച്ചധികം കൂടിപ്പോയെന്നുള്ളൊരു ഫീലായിപ്പോയി. റെസ്റ്റ് ഓൾ ഇറ്റ്സ് ലൈക്ക് ഒരു വീക്കെൻഡിന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷേ നമുക്കൊരു വീക്കെൻഡ് എൻ്റർടൈനറായിട്ട് ഒരു മാസ് മസാല മൂവി റീസെൻ്റ് ആയിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു മസാലപരമായിട്ട് കാണാൻ പറ്റുമോ? അതിന് പുള്ളി എവിടെയും പോയില്ലല്ലോ. ശേഷം സോഷ്യൽ മീഡിയയിൽ ആൾ എവയായിരുന്നു, പക്ഷെ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ അത്രയ്ക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മസാല എൻ്റർടൈനർ മലയാളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് റീസെൻ്റ് ആയില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ ഓവർ എ വീക്കെൻഡ്, അത്രേ ഉള്ളൂ. പിന്നെ മൂവിയുടെ ലെങ്ത് ഇച്ചിരി അധികം കൂടി പോയെന്ന് എനിക്ക് തോന്നി. ഇതിനിപ്പോൾ ഫസ്റ്റ് ഷോ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ബിക്കോസ് 10:15 സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോഴാണ് ഓൾമോസ്റ്റ് 1:30 ആയി നമ്മൾ ഇറങ്ങിയപ്പം. സോ അതിന് കട്ടിങ് ഉണ്ടാവും എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ. ബട്ട് ആസ് എ ഹോൾ ഇറ്റ് ഈസ് ഓക്കെ.